അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ല എളുപ്പത്തിലൊരു നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അരി കുതിർത്ത് വെക്കാതെ, അരി അരച്ചെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്പത്തിരി. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടു നോക്കാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് വേഗം നമ്മളെ നെയ്പത്തിരി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. ഒരു 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വെക്കുന്ന അരി നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് പൊടിപ്പിച്ചെടുക്കല്ലോ. അതായത് നമ്മളിത് കഴുകി നല്ല തരിതരിങ്ങനായിട്ട് പുട്ടിന് വേണ്ടിയിട്ട് വറുത്ത് പൊടിപ്പിച്ചെടുക്കല്ലോ, ആ പൊടിയാണ് കേട്ടോ അത്. അല്ലാതെ നൈസായിട്ടുള്ള പൊടിയല്ല. എത്ര തരിയുള്ള പൊടിയാണോ അത്രയും നല്ലത്. ഇതിലേക്ക് ഇനി നമുക്ക് ആദ്യം ഒരു 2 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള നമ്മളെ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങയും പെരിഞ്ചീരവും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി എടുക്കാം കേട്ടോ. അതായത് സവാള എടുക്കാം, ഒരു അര സവാള ഒക്കെ എടുക്കാം. അത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചുവന്നുള്ളി ആയാലും സവാള ആയാലും അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം. ഇനി അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ തേങ്ങൻ്റെ അളവും അതുപോലെ തന്നെ 1-1.5 കപ്പ് വരെ എടുക്കാം കേട്ടോ. തേങ്ങ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പൊടി ഇങ്ങനെ മേലെ ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് മേലെ കുറച്ച് വെന്ത പൊടിയും ഉള്ളിൽ വേവാത്ത പൊടിയാണുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആകെ മൊത്തം വെന്ത് പോയാൽ പിന്നെ നമ്മൾ ഈ പൊടീൻ്റെ തരിയൊക്കെ പോകും. ആദ്യം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് നമ്മളെ പൊടിക്ക് ചെറുതായിട്ടൊരു പശിമ കിട്ടാനാണ്. അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. എന്നാലും ചില പൊടിക്ക് അത്ര ഒരു ഒട്ടലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു കുറച്ചൊരു 1/4 കപ്പെങ്കിലും ഒരു മൈദ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളെ പൊടിക്കനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കിതിങ്ങനെ കൈകൊണ്ട് പരത്തിയെടുക്കാനുള്ള പാകത്തിനുള്ളൊരു മാവാക്കി എടുത്താൽ മതി, കൂടി പോകണ്ട കേട്ടോ. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കലാണ്. നമുക്കൊക്കെ ഇങ്ങനെ പരത്തുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കയ്യിലും കൂടി എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുള എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് പരത്തി കൊടുക്കുക. വല്ലാതെ കനം കുറച്ചിട്ട് പരത്തണ്ട, അത്യാവശ്യം ഒരു ചെറിയ കനത്തിൽ തന്നെ പരത്തിയിട്ടെടുക്കണം. ഈ ഒരു കനത്തിലും ഒരു പൂരിൻ്റെ വലുപ്പത്തിലും വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നെയ്യിലാണോ പൊരിച്ചെടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇത് പേര് നെയ്പത്തിരി എന്നായതുകൊണ്ട്. പക്ഷേ ഇത് സാധാരണ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഇതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടുള്ള എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. എണ്ണയുടെ ചൂട് കുറഞ്ഞാൽ നമ്മളെ പത്തിരി പൊള്ളി കിട്ടൂല. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളെ പത്തിരി മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒന്ന് പൊള്ളി വരാൻ ഏകദേശം ഒരു 40-45 സെക്കൻഡ് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പത്തിരി പരത്തി വെക്കാം. കണ്ടോ, നമ്മൾ പത്തിരി നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തന്നെ മറിച്ചിടണ്ട, ഒന്ന് ആ ഭാഗം ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പോൾ അതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം അധിക സമയം മുരിയിക്കണ്ട കേട്ടോ. അത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിതിൽ കുറച്ച് മൈദ കൂട്ടി കുഴച്ചതുകൊണ്ട് തന്നെ ഈ പത്തിരിക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ ഈ പത്തിരി അധികം എണ്ണ പിടിക്കില്ല. മൈദ നിർബന്ധമായിട്ട് ചേർക്കണമെന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഓരോ പൊടിക്ക് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ മൈദ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോവാതെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മൾ ഉഷാറ് നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പത്തിരിയാണ്. ഇത് നല്ല ബീഫ് കറീൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ നെയ്പത്തിരി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.